കഴിഞ്ഞ ഷോർട്സിൽ നമ്മൾ എയ്ഡ്സിനെ പറ്റിയും HIV പറ്റിയും ഒക്കെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എയ്ഡ്സിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെയും HIV ബാധിതരോടുള്ള ഐക്യദാർഢ്യത്തിന്റെയും സർവ്വദേശീയമായ സൂചകമാണ് റെഡ് റിബൺ. 1991 റെഡ് റിബൺ രൂപപ്പെടുത്തിയത്. ഡിസംബർ 1 നമ്മൾ ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. ഇനി ഈ രോഗം എങ്ങനെയൊക്കെ പടരും എന്നതിനെ പറ്റി നോക്കാം. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയും അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കും പിന്നെ സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെയും HIV അടങ്ങിയ രക്തവും അവയവങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും ഈ രോഗം പടരാൻ സാധ്യതയുണ്ട്. എന്നാൽ കണ്ണുനീര്, വിയർപ്പ്, മലം, മൂത്രം, ഉമിനീർ തുടങ്ങി രക്തസാന്നിധ്യമില്ലാത്ത ശരീരസ്രവങ്ങളിൽ നിന്നും രോഗം പകരില്ല. ചുംബനം, ആലിംഗനം എന്നിവയിലൂടെയും ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെയോ അണുബാധിതർ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെയോ ഒരിക്കലും ഇത് പടരില്ല. ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെയും പകരില്ല. HIV പൂർണ്ണമായി നമുക്ക് സുഖപ്പെടുത്താനാവില്ല. ആന്റി റെട്രോവിയൽ തെറാപ്പി അഥവാ ART ആണ് HIV അണുബാധയുടെ ചികിത്സ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത്.